ദുഃഖവെള്ളിയും കടന്നു പോയാൽ എന്നിൽ അനുതാപമേകാതെ മറഞ്ഞാൽ യേശുവേ ജീവിതം നിഷ്ഫലം അനുതാപമേകേണമേ എന്നിൽ അനുതാപമേകേണമേ ഈ ദുഃഖവെള്ളിയും കടന്നു. സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ദുഃഖവെള്ളിയാണ്. ദുഃഖവെള്ളി എന്നറിയപ്പെടുന്നു, ഗുഡ് ഫ്രൈഡേ എന്നറിയപ്പെടുന്നു. 2000 വർഷങ്ങൾക്ക് അപ്പുറത്തേക്ക് ചിന്തിക്കുമ്പോൾ ഈശോയുടെ ശിഷ്യന്മാർക്ക് ഈശോനെ സ്നേഹിച്ച എല്ലാവർക്കും അതൊരു ദുഃഖത്തിൻ്റെ വെള്ളിയാഴ്ചയായിരുന്നു. കാരണം അവരെ ഗുരു, അവരെ രക്ഷകൻ കൈവിട്ടു പോയ ഒരു ദിവസം. ക്രിസ്തു മരിച്ചു, പീഡിപ്പിച്ച് അവനെ കൊന്നു. എന്നാൽ 2000 വർഷങ്ങൾക്ക് ഇപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ദുഃഖത്തിൻ്റെതായ ഒരു വെള്ളിയല്ല, ഇന്ന് ഗുഡ് ഫ്രൈഡേയാണ്, നല്ല ഫ്രൈഡേയാണ്. കാരണം ഈശോ മരിച്ചതിൻ്റെ സങ്കടം ഉണ്ടെങ്കിൽ പോലും അത് നൽകിയ രക്ഷ അനുഭവിക്കുന്നവരാ നമ്മളൊക്കെ. അപ്പോൾ സന്തോഷത്തിൻ്റെ ഒരു വെള്ളിയാണ്, നല്ല ഒരു വെള്ളിയാണ്. ഇത് അനുഭവിക്കുന്നത് എങ്ങനെയാണ്? ഈശോയുടെ രക്ഷാകര പ്രവൃത്തിയെ, ഈശോ എനിക്ക് കാണിച്ചു തന്ന, എനിക്ക് വേണ്ടി ചെയ്ത ആത്മത്യാഗത്തെ ഞാൻ ബോധപൂർവം എൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുമ്പോഴാണ് അതൊരു ഗുഡ് ഫ്രൈഡേ ആയി തീരുക. ഇല്ലെങ്കിൽ വീണ്ടും ദുഃഖം നിറഞ്ഞ, പരിതാപം നിറഞ്ഞ ചില വെള്ളികളായിട്ട് അവശേഷിക്കും. ഈ ദുഃഖ വെള്ളിയാഴ്ച ദിവസം അച്ഛനെ പറയാനുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സങ്കടം ഉണ്ടെങ്കിലും, എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും, ജീവിതം കടന്നു പോകുന്ന ഏത് അവസ്ഥകളാണെങ്കിലും, ഇതിനെയൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് പോയ ഒരു ക്രിസ്തു നമുക്കുണ്ട്. ഇതിനെല്ലാം പരാജയപ്പെടുത്താൻ വേണ്ടിയാണ് അവൻ ക്രൂശിൽ ഇങ്ങനെ മരണമടഞ്ഞ്, നാണം കെട്ട ഒരു മരണം, പക്ഷേ രക്ഷയുടെ അനുഭവം നമുക്ക് നൽകിയത്. എൻ്റെ ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്ന ബോധ്യം ജീവിതത്തിൽ സ്വീകരിക്കുകയും ആ ബോധ്യത്തിനനുസരിച്ച് നീ ക്രിസ്തുവിനെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ആ ഗുഡ് ഫ്രൈഡേയുടെ ഫലങ്ങൾ ജീവിതത്തിൽ ശരിക്കും അനുഭവിക്കാനായിട്ട് സാധിക്കും. അതിന് നിനക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമുക്കൊന്ന് കണ്ണുകളടച്ച് കരങ്ങൾ കൂട്ടും. നല്ലവനായ യേശുവേ, നിന്റെ പീഡാനുഭവത്തെയും പ്രത്യേകിച്ച് നിന്റെ കുരിശുമരണത്തെക്കുറിച്ച് ഓർക്കുന്ന ഈ സുദിനത്തില് ഈ വ്യക്തിക്ക് വേണ്ടി, ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നിന്റെ നാമത്തില് ഈ വ്യക്തി, കുടുംബം എല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സങ്കടങ്ങളെയും നിന്റെ കുരിശിനോടൊപ്പം ചേർത്ത് വയ്ക്കാനായിട്ട് ഇവർക്ക് സാധിക്കട്ടെ. നിന്റെ കുരിശിനാല് ഇവര് മുദ്രിതരായി തീരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.